അഴിമതിയുടെ അണിയറ നീക്കങ്ങൾ തുറന്നുകാട്ടുന്ന കത്ത് വിവാദം CPM-നെ പിടിച്ചുലയ്ക്കുന്നു. MV ഗോവിന്ദനെതിരായി കരുക്കൾ നീക്കുന്നത് EP ജയരാജൻ എന്ന ആരോപണം. തോമസ് ഐസക്, P ശ്രീരാമകൃഷ്ണൻ, MB രാജേഷ് തുടങ്ങിയ നേതാക്കൾക്കെതിരായ പരാമർശങ്ങളെ പ്രതിരോധിക്കാനാവാതെ CPM നേതൃത്വം. അസംബന്ധ വാർത്തയായി തള്ളിക്കളയാനാവില്ലെന്ന വികാരം അണികളിൽ ശക്തമാകുന്നു. CPM നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി കത്ത് വിവാദം കത്തിപ്പടരുമ്പോഴും അതെല്ലാം അസംബന്ധമാണെന്ന് മാത്രം പ്രതികരിച്ച് ഒഴിഞ്ഞു മാറുകയാണ് MV ഗോവിന്ദൻ ചെയ്തത്. എന്നാൽ ആ വിധത്തിൽ ലഘൂകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്യധികം ഗൗരവത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ പാർട്ടിക്കുള്ളിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ലണ്ടനിലെ മലയാളി വ്യവസായി രാജേഷ് കൃഷ്ണയെ ഇടനിലക്കാരനായി നിർത്തി ചില മന്ത്രിമാരും പാർട്ടി നേതാക്കളും പണം സമ്പാദിച്ചു എന്ന വിധത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി ആരോപണങ്ങൾ ഉള്ള കത്താണ് ചോർന്നിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്നുവെന്ന് മാത്രമല്ല, ആ കത്ത് കോടതി രേഖയായി മാറി എന്നതാണ് ഏറെ ഗൗരവമേകുന്നത്. അത്യന്തം പ്രാധാന്യമേറിയ ഈ രേഖ ചോർന്നതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിന് വലിയ പങ്കുണ്ടെന്ന വിവരമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. അസംബന്ധം നിറഞ്ഞ കത്ത് വിവാദം ഉയർത്തി പാർട്ടിയെ വേട്ടയാടാൻ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടെ ചിലർ നടത്തുന്ന നീക്കമെന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് പ്രത്യക്ഷമായി CPM നേതൃത്വം നടത്തുന്നതെങ്കിലും പാർട്ടിയുടെ അടിത്തട്ട് തൊട്ടേ ശക്തമായ പ്രതിഷേധം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPM-ലെ അധികാര കേന്ദ്രമായ കണ്ണൂർ ലോബിയിൽ അടുത്ത കാലത്തുണ്ടായ വിഭാഗീയത തന്നെയാണ് കത്ത് വിവാദം ഇത്രമേൽ രൂക്ഷമായി കത്തിപ്പടരാൻ കാരണമെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ തട്ടകമായ കണ്ണൂർ കേന്ദ്രീകരിച്ചു തന്നെ ചരടുവലികൾ ആരംഭിച്ചിരുന്നു. ജ്യോത്സ്യരെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തു വന്ന വിവാദങ്ങൾക്ക് പിന്നിലും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നതാണ് വിവരം. ജ്യോത്സ്യരെ കാണാനെത്തിയത് സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നുവെന്നും അതിൽ ജ്യോതിഷ വിഷയങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നും വ്യക്തമായതോടെയാണ് ആ വിവാദം താൽക്കാലികമായെങ്കിലും കെട്ടടങ്ങിയത്. എന്നാൽ ജ്യോത്സ്യരുമായുള്ള MV ഗോവിന്ദന്റെ കൂടിക്കാഴ്ച ഫോട്ടോ സഹിതം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയത് P ജയരാജനായിരുന്നുവെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ MV ഗോവിന്ദനെതിരായ കത്ത് വിവാദം രൂക്ഷമാക്കുന്നതിന് പിന്നിൽ EP ജയരാജനാണെന്ന ആരോപണമാണ് ശക്തമായി ഉയരുന്നത്. കത്ത് വിവാദത്തിന് പിന്നിലെ പരാതിക്കാരൻ ഷെർഷാദിനെ EP ജയരാജൻ വിശദാംശങ്ങൾക്കായി ബന്ധപ്പെട്ടു എന്ന ആരോപണം പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. കണ്ണൂർ CPM-ലെ പ്രബലരായ ജയരാജ ത്രയങ്ങളിൽ സമീപകാലത്തുണ്ടായ ഭിന്നത ഇതിനു മുൻപേ ചർച്ചാ വിഷയമായതാണ്. EP ജയരാജനെതിരെ P ജയരാജൻ കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചത്. EP ജയരാജൻ സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും കുറച്ചുകാലം വിട്ടുനിന്നതും ഇതിനെ തുടർന്നാണ്. അതേ EP ജയരാജൻ തന്നെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളെ രാഷ്ട്രീയമായി തകർക്കാനുള്ള നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ വേർപാടിന് ശേഷം മുതിർന്ന നേതാവായ EP ജയരാജൻ പാർട്ടി സെക്രട്ടറി ആകുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെ അട്ടിമറിച്ചാണ് MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയത്. ഇതിൽ EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ MV ഗോവിന്ദനെതിരെ ഉയർത്താവുന്ന ആയുധമെന്ന നിലയിൽ കത്ത് വിവാദം പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയാക്കി മാറ്റാൻ EP ജയരാജനാണ് ശ്രമിക്കുന്നതെന്ന വികാരം ശക്തമാകാൻ ഇതാണ് പ്രധാന കാരണം. വിവാദ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതിയിൽ പ്രമുഖ CPM നേതാക്കൾ ഉൾപ്പെട്ടതാണ് CPM-നെ പ്രതിസന്ധിയിലാഴ്ത്തുന്നത്. പൊതുവെ മികച്ച പ്രതിച്ഛായയുള്ള ഡോക്ടർ TM തോമസ് ഐസക്, P ശ്രീരാമകൃഷ്ണൻ, MB രാജേഷ് എന്നീ നേതാക്കളുടെ പേരുകൾ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒട്ടേറെ സാമ്പത്തിക കുറ്റങ്ങളിൽ ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയുമായി ഈ നേതാക്കൾക്ക് വഴിവിട്ട സാമ്പത്തിക ബന്ധമുണ്ടെന്നതാണ് കത്തിലെ പരാമർശം. പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഈ കത്താണ് ചോർന്നതും ഇപ്പോൾ കോടതി രേഖയായി മാറിയതും. കത്ത് ചോർച്ചാ വിവാദത്തെ പരസ്യമായി തള്ളിപ്പറയുകയാണ് CPM നേതൃത്വമെങ്കിലും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവിദഗ്ധമായ കരുനീക്കങ്ങളാണ് EP ജയരാജൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആര് വീഴും ആര് വാഴും എന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം.